ഹായ്, ഇന്ന് ഒരു കലക്കൻ ചൈനീസ് മോട്ടിവേഷണൽ മൂവി പരിചയപ്പെടുത്തി തരാം. ബെൻ മുയെ സംവിധാനം ചെയ്ത നൈസ് വ്യൂ. 20 വയസ്സുള്ള ഒരു മൊബൈൽ ടെക്നീഷ്യൻ, സാധാരണ ഒരു പണിക്കാരൻ, പിൽക്കാലത്ത് അയാളുടെ കഷ്ടപ്പാട് കൊണ്ട്, അധ്വാനം കൊണ്ട്, ഹാർഡ് വർക്ക് കൊണ്ട് ഒരു വലിയൊരു സാമ്രാജ്യം, ഒരു ബിസിനസ് സാമ്രാജ്യം ഉണ്ടാക്കിയെടുത്ത ഒരു കഥയാണ് ഈ സിനിമയിൽ പറയുന്നത്. വളരെ നൈസായിട്ടുള്ള മൂവി കേട്ടോ. ഒരു എല്ലാ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സ്റ്റോറിയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മൂവി. നല്ലൊരു ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മോട്ടിവേഷണൽ ആയിട്ടുള്ള ഒരു സാധനമാണ്. ജിൻഹ, അതാണ് നമ്മുടെ ഹീറോയുടെ പേര്. അപ്പോൾ ജിൻഹയ്ക്ക് ചെറിയൊരു അനിയത്തി ഉണ്ട്, ഒരു കുട്ടി അനിയത്തി, ചെറിയൊരു അനിയത്തി, കണ്ടാൽ നമുക്ക് മോളെന്നൊക്കെ തോന്നും. അപ്പോൾ നമ്മുടെ ജിൻഹയുടെ അമ്മ മരിച്ചു പോകും. അവർക്കെന്തോ ഒരു അസുഖം മറ്റോ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേ അസുഖം തന്നെ ഈ കുട്ടിക്കും ഉണ്ട്. അപ്പോൾ 8 വയസ്സാകുന്നതിനേക്കാളും മുമ്പ് ഈ കുട്ടിക്ക് ഒരു സർജറി മറ്റോ ചെയ്ത് കഴിഞ്ഞാൽ ഈ അസുഖം മാറ്റാമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അപ്പോൾ ഈ ചങ്ങായി, നമ്മുടെ ജിൻഹയുടെ പണി എന്ന് വെച്ചാൽ മൊബൈൽ ടെക്നീഷ്യനാണ്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാ ദിവസവും ഷോപ്പിൽ പോകും, ജോലി ചെയ്യും, ഒരു വാടക വീടുണ്ട്, അവിടെ ഒന്ന് താമസിക്കും, ഈ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കും. അപ്പോൾ ഈ കുട്ടിയുടെ സർജറിയൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യണമെന്നും എങ്ങനെയെങ്കിലും ഈ കഷ്ടപ്പാടുകളൊക്കെ മാറ്റി ഒന്ന് രക്ഷപ്പെടണം എന്നൊക്കെ നമ്മുടെ ജിൻഹയ്ക്ക് വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ട് തട്ടിമുട്ടിയൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ്റെ ഒരു ഫ്രണ്ട് പറയും, അതായത് ഇറ്റലിയിലേക്ക് എക്സ്പോർട്ട് ചെയ്ത കുറച്ച് സാധനങ്ങൾ, അതായത് മൊബൈൽ ഫോൺസ്, അവർ ക്വാളിറ്റി ടെസ്റ്റ് ഫെയിൽ ആയതുകൊണ്ട് തിരിച്ച് മടക്കി ഇങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ ആ സാധനം ബൾക്കായിട്ട് അവിടെ നിന്നിട്ടുണ്ട്. ആ സാധനം നീ എടുത്തിട്ട് അതിൻ്റെ പ്രശ്നം പരിഹരിച്ച് കഴിഞ്ഞാൽ നിനക്ക് തന്നെ നാട്ടിൽ ഈ സാധനം സെയിൽ ചെയ്തുകൂടെ അങ്ങനെ ചോദിക്കും. അപ്പോൾ ഇവനെന്ത് ചെയ്യും? ഇവനൊരു നല്ലൊരു മൊബൈൽ ടെക്നീഷ്യൻ ആണല്ലോ. അപ്പോൾ അതൊന്ന് നോക്കിയാലോ എന്ന് വെച്ചിട്ട് ഇവൻ ഈ സാധനം പോയി നോക്കും. എന്നിട്ട് അതിലത്തെ ഒരു പീസ് എടുത്തു കൊണ്ടുവരും, ഇവൻ ഷോപ്പിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അതിൻ്റെ മൊത്തം അഴിച്ചതിന് ശേഷം അതിൻ്റെ സർക്യൂട്ടും കാര്യങ്ങളൊക്കെ നോക്കും. എന്നിട്ട് ഇതിൻ്റെ ഇറർ കണ്ടുപിടിക്കും. പ്രോപ്പറായിട്ട് ഇറർ കണ്ടുപിടിച്ചിട്ട് അത് കറക്റ്റ് ആയിട്ട് അത് വർക്ക് ആകുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കും. എന്നിട്ട് ഇവൻ്റെ ലോജിക്കും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ആ സാധനം ഒന്ന് വർക്കാക്കി എടുക്കും. അത്യാവശ്യം നല്ല പണിക്കാരനാണ്. എന്നിട്ട് ഇവൻ എന്ത് ചെയ്യും? ഈ സർക്യൂട്ട് മൊത്തം ഊരിയിട്ട് മൊത്തം ഡിസ്പ്ലേയിലിട്ടതിന് ശേഷം അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ കറക്റ്റായിട്ട് പഠിക്കും. അപ്പോൾ ഇന്ന ഇററുകൾ പരിഹരിച്ച് കഴിഞ്ഞാൽ ഈ സാധനം എന്ത് ചെയ്യാം? പ്രോപ്പറായിട്ട് വർക്കിംഗ് കണ്ടീഷനിലേക്ക് മാറ്റിയെടുക്കാം, ക്വാളിറ്റി ടെസ്റ്റ് പാസ്സാക്കി എടുക്കാൻ പറ്റുന്നുള്ള കാര്യം നമ്മുടെ ജിൻഹയ്ക്ക് മനസ്സിലാകും. അങ്ങനെ ഇവൻ എന്ത് ചെയ്യും? ഈ സാധനം മൊത്തം ബൾക്കായിട്ട് എടുക്കാൻ ഒരു കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യും. അപ്പോൾ ഇവൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ല, ആകെ ഒരു വാടക വീട് മാത്രമേ ഉള്ളൂ, പിന്നെ ഒരു സ്കൂട്ടറും മാത്രമേ ഉള്ളൂ. അതായത് ഇത് എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ വെക്കണമല്ലോ. അങ്ങനെ ഇവൻ ചെയ്യുന്നത് വെച്ചാൽ ഇവൻ്റെ ഷോപ്പ് ഉണ്ടല്ലോ, അത് ഇവൻ കൊടുക്കും, സെയിൽ ചെയ്യും, ഇവൻ്റെ സ്കൂട്ടർ സെയിൽ ചെയ്യും. എന്നിട്ട് ഒരു സ്ഥലത്ത് ഒരു കണ്ടെയ്നർ ഹോം എന്നൊക്കെ പറയില്ല, അതൊക്കെ എടുത്തതിന് ശേഷം അങ്ങോട്ടേക്ക് സാധനം മൊത്തം മാറ്റും. സ്വന്തമായിട്ടൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് ഈ കമ്പനിയിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യും, അതായത് പണിക്കാരെ റിക്രൂട്ട് ചെയ്യും. അത് ഭയങ്കര കോമഡി ആയിരുന്നു. അതായത് ഇവൻ്റെ അടുത്ത് അങ്ങനെ വലിയ പൈസയോ കാര്യങ്ങളോ ഒന്നുമില്ല, ഇവർക്ക് ശമ്പളം കൊടുക്കാൻ പോലും പൈസ ഇല്ല. അങ്ങനെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, ഒരു ചെവി കേൾക്കാത്തൊരു ചേച്ചി, അതുപോലെ തന്നെ വയസ്സായിട്ടുള്ള ഒരു അപ്പാപ്പൻ, നടക്കാനൊന്നും പറ്റാത്ത കുറച്ച് ആൾക്കാർ, പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെയോ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഹോട്ടലിൽ വെയിറ്ററായിട്ടൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരെ ഇവൻ ഈ കമ്പനിയിലേക്ക് റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവരും. എന്നിട്ട് അവർക്ക് ഈ പണി മൊത്തം പഠിപ്പിച്ചു കൊടുക്കും. ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റാക്കാൻ വേണ്ടി പറ്റുന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇവൻ ഈ കമ്പനി തുടങ്ങിയതോട് കൂടിയിട്ട് ഇവൻ്റെ കഷ്ടകാലം കൂടി തുടങ്ങും. അതായത് ഈ സാധനം, ഈ ഫോണ് ശരിയാക്കി കഴിഞ്ഞാൽ ഇത് സെയിൽ ചെയ്യണമല്ലോ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമല്ലോ. അപ്പോൾ എന്തായാലും ഇവന് വലിയൊരു ഡിസ്ട്രിബ്യൂട്ടറെ കാണേണ്ടി വരും. അങ്ങനെ ഒരു കമ്പനിയിലത്തെ മുതലാളിയെ ഇവൻ കാണാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടും. അങ്ങനെ ഈ ക്വാളിറ്റി ടെസ്റ്റ് എങ്ങനെ പാസ്സാക്കി എടുക്കുക എന്നുള്ള കാര്യമൊക്കെ അയാളെ പറഞ്ഞ് കൺവിൻസ് ചെയ്തതിന് ശേഷം അവർ തമ്മിലൊരു കോൺട്രാക്റ്റ് വരും. അപ്പോൾ കോൺട്രാക്റ്റ് ഇത്രയാണ്, അതായത് ഈ ക്വാളിറ്റി ടെസ്റ്റ് പാസ്സാവുന്നത് വരെ നിനക്ക് പ്രത്യേകിച്ച് അഡ്വാൻസോ കാര്യങ്ങളോ ഒന്നും തരില്ല, അതെല്ലാം നീ നിൻ്റെ സ്വന്തം ചെലവിൽ തന്നെ ചെയ്യണം. എന്നിട്ട് അവസാനം ഈ പ്രൊഡക്റ്റ് ക്വാളിറ്റി ടെസ്റ്റ് പാസ്സായാൽ മാത്രം നമ്മൾ എടുക്കും. അതിനുശേഷം ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളൊരു കരാറിലേക്ക് എത്തും. അതിനുശേഷം ഇവൻ്റെ ഒരു ഓട്ടപ്പാച്ചിലാണ്. അതായത് ഈ കമ്പനി ഒരു ഭാഗത്തോട്ട് റൺ ചെയ്യുന്നുണ്ട്, എന്നിട്ട് ഈ കമ്പനിയിലെ പണിക്കാർക്ക് ശമ്പളം കൊടുക്കാനായിട്ട് ഇവൻ വേറൊരു സ്ഥലത്ത് പോയിട്ട് ജോലി ചെയ്യാൻ വേണ്ടി തുടങ്ങും. ജോലി എന്ന് വെച്ചാൽ വലിയ ബിൽഡിംഗ് ഒക്കെ ഉണ്ടല്ലോ, ഈ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടുള്ള വലിയ ബിൽഡിംഗ് ഇല്ലേ, അതിലത്തെ ഗ്ലാസും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കുക, ഒരു വലിയ റോപ്പിൽ ഇങ്ങനെ തൂങ്ങിക്കിടന്ന് വൃത്തിയാക്കുന്ന പണിയൊക്കെ ചെയ്യും, എന്തെല്ലോ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ അതിൻ്റെ ഇടയിൽ കുറച്ച് ഗ്യാങ്സ്റ്റേഴ്സൊക്കെ ആയിട്ടൊരു ഫൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ഇവനിങ്ങനെ വല്ലാണ്ട് ഡൗൺ ആയിരിക്കുന്ന ഒരു സമയത്ത് ഇവൻ്റെ ഫാക്ടറിയുടെ പുറത്ത് വെച്ചിട്ടുള്ള ഈ ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം ഇങ്ങനെ കൂട്ടിയിട്ടുണ്ടാകും. അത് കുറച്ച് ആൾക്കാരുമായിട്ട് അടിച്ചു മാറ്റിക്കൊണ്ടുപോകുന്ന സമയത്ത് ഇവനവരെ ചേസ് ചെയ്യും. അതായത് അതിൻ്റെ പുറകെ, ലോറിയുടെ പുറകെ ഓടും. അങ്ങനെ അത്യാവശ്യം ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ പറ്റും. അങ്ങനെ വല്ലാണ്ട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവൻ്റെ മുതലാളി ഇവൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. അതായത് കുറേ നാളായിട്ട് ആ വീടിൻ്റെ റെൻറ്റും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഇറങ്ങി വിട്ടോന്ന് പറയും. എന്നിട്ട് തിരിച്ച് ഈ കുഞ്ഞിനെയും കൊണ്ട് നേരെ അവരുടെ ഫാക്ടറിയിലേക്ക് വരും. ഫാക്ടറി വെച്ചാൽ അത്രയേ ഉള്ളൂ, ആകെ ഒരു കണ്ടെയ്നർ മാത്രമേ ഉള്ളൂ. അവിടെ വന്ന് അതിൻ്റെ ഉള്ളിൽ താമസമാകും. ഒരു 3 ദിവസം കൂടി കഴിഞ്ഞാൽ ഈ ഇവൻ്റെ ഫാക്ടറിയുടെ, അതായത് ഈ കണ്ടെയ്നർ ഹോമിൻ്റെ റെൻറ്റ് കൂടി കൊടുക്കേണ്ടി വരും. ഓക്കെ അല്ലേ? ഇവൻ്റെ അടുത്ത് ഒരു പൈസ പോലും ഇല്ല, ആൾക്കാർക്ക് സാലറി കൊടുത്തിട്ടില്ല, 5 പൈസ ഇല്ല, ആകെ 3 ദിവസം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇവരെന്ത് ചെയ്യും? ഈ കമ്പനിയിലെ സ്റ്റാഫിനൊക്കെ വിളിച്ചെടുത്തത്, ഈ സ്റ്റാഫും ഇവനും തമ്മിൽ അത്യാവശ്യം നല്ല കണക്ഷനാണ് കേട്ടോ. അങ്ങനെ ഈ സാധനം ഉണ്ടല്ലോ, ഈ ഫോൺ മൊത്തം എന്ത് ചെയ്യും? ഓരോ സ്റ്റാഫിൻ്റെയും വീട്ടിലേക്ക് കുറച്ച് കൊണ്ട് കൊടുക്കും. എന്നിട്ട് അവർ വീട്ടിലിരുന്ന് ഇത് മൊത്തം കറക്റ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ക്വാളിറ്റി ടെസ്റ്റിന് വേണ്ടിയിട്ട്
ചെക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകും. അങ്ങനെ ക്വാളിറ്റി ടെസ്റ്റ് പാസ്സാകും. എന്നിട്ട് ഈ പേപ്പറും കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഡിസ്ട്രിബ്യൂട്ടറുടെ അടുത്ത് പോകും. അങ്ങനെ അതും ശരിയാക്കി എടുത്തതിന് ശേഷം അയാളുമായിട്ട് ഒരു കരാറിൽ 5 വർഷത്തെ കരാറിൽ ഏർപ്പെടും. അങ്ങനെ 2019 കൂടിയിട്ട് നമ്മുടെ ജിൻഹ സ്വന്തമായിട്ടൊരു ബിസിനസ് എംപയർ സ്ഥാപിച്ചെടുത്ത ഒരു ഇൻസിഡൻ്റാണ് ഈ സിനിമയിൽ പറയുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിനിമയാണ്. ഞാൻ പറയുമ്പോൾ ഇത്ര ഈസി ആയിട്ട് തോന്നുമെങ്കിലും ഈ സിനിമയിൽ ഓരോ സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുമ്പോഴത്തേക്ക് ഇയാൾ ഇത് എങ്ങനെ ഓവർകം ചെയ്യുന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. വല്ലാത്തൊരു പടമാണ്. അത്യാവശ്യം ടെൻഷൻ അടുപ്പിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഫൈനൽ ഔട്ട് എന്ന് വെച്ചാൽ വല്ലാത്തൊരു ഹാപ്പിനെസ് ആണ്. അതായത് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ഓരോ തൊഴിലാളിയും കണ്ടിരിക്കേണ്ട സിനിമയാണ്. നമ്മളൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാഷനേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഒരു കാര്യത്തിനോട് അത്രയധികം പാഷൻ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ സമയം മാത്രമല്ല കേട്ടോ, ഇത്രയും ടെൻഷനും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു വലിയ സക്സസ് ഉണ്ടാകും എന്നുള്ളൊരു മെസ്സേജ് തന്നുകൊണ്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. ആകെ കുറച്ചേ ഉള്ളൂ, 2 മണിക്കൂറിൽ താഴെ സിനിമയുള്ളൂ. 1 മണിക്കൂർ 50 മിനിറ്റ് തൊട്ടാണ് സിനിമയുടെ ഡ്യൂറേഷൻ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നല്ല ഇൻസ്പിറേഷണൽ ചൈനീസ് മൂവി, നൈസ് വ്യൂ.